ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് എന്നും രാവിലെ ഇൻട്രോ എടുക്കും, പിന്നെ ബാക്കി എടുക്കാൻ മറന്നു പോകും. അങ്ങനെ ഇരുന്നിപ്പോൾ ഒരാഴ്ചക്ക് മേലെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കുഞ്ഞിപ്പൊടി ഉള്ളൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞിപ്പൊടിനെ എപ്പോൾ ആരിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് അപ്പം എടുക്കണം, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ആളോട് നടന്നോളും. പിന്നെ ഇവന് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ആള് +1 വിദ്യാർത്ഥിനിയാണല്ലോ. ഓ എന്താ റോള്, എന്താ പ്രശ്നം, എന്തായിരുന്നു ഇവിടെ പ്രശ്നം? എടുക്കണോ? ആ അത് ശുദ്ധിരി വന്നിട്ടാ കയറിങ് ചേട്ടായി വന്നു. ചേട്ടായി ഇനി നോക്കണം എന്താ പ്രശ്നം. ബേബി ഇതിനെ കഴിയുന്ന പിന്നെ ബേബി ഇതിനെ കഴിയുന്ന അതൊന്നില്ലമ്മ. മിഠായി കിട്ടിയോ? കടയിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കിൾ ബേബിക്ക് മിഠായി കിട്ടി. അത് എൻ്റെ ബൈക്കിൾ ബേബി ഉണ്ണീനെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്നതാണ്. വാവോ വാവോ പറ. ബേബി ഒരു വാവോ പറ. വാവോ ഉണ്ണി വാവോ പറ. പൊന്നെ പൊന്നെ പോവാനോ? ഉമ്മയാണോ? ഫുൾ ടൈം ഉമ്മയാട്ടോ. ഉമ്മ വെച്ച് കുഞ്ഞുവാവയ്ക്ക് തന്നെ ഇവിടെ വയ്യാണ്ടായി തുടങ്ങി. വാവോ വാവോ പറ. വാവോ പറ. വെള്ളം വേണോ? പല്ലിന് വേദനയാണോ? ഉണ്ണി വാവോ എന്നൊക്കെ പാട്ടൊക്കെ പാടി നോക്കും. പക്ഷെ ആൾക്ക് തോന്നണം ആള് പാടണമെങ്കിലും പറയണമെങ്കിലും ഒക്കെ കേട്ടോ. അങ്ങനെ അപ്പൊ നമുക്കിന്നൊരു സൺഡേ വ്ളോഗ് തന്നെ തുടങ്ങാം. പിന്നെ ഞാൻ ഡെയിലി വ്ളോഗ് തുടങ്ങിയാലൊന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എത്ര പോസിബിൾ ആവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പൊ കുഞ്ഞുവാവന്നെ നമുക്ക് വേഗം എടുക്കാം കേട്ടോ. രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞത് നമ്മളിങ്ങനെ TV ഒക്കെ കണ്ടിരിക്കാന്. അമ്മ പറയുന്നത് അമ്മേനെ എടുക്കരുതെന്നാണ്. അപ്പൊ അമ്മ എടുക്കുന്നില്ല. അങ്ങനെ എനിക്കിപ്പോ എന്താണ് ഇത്ര വലിയ സ്ത്രീനെ അല്ലാണ്ട് പറയാ അന്റെ എടുക്കരുതേ. പിന്നെ ഞാൻ എങ്ങനെ വ്ളോഗ് പൂർത്തിയാക്കും ഗൈസ്? ഇതെന്തോ ഒറ്റ ഇത് പ്രോഗ്രാമോ? അങ്ങനെ രാവിലെ നമ്മള് ഇന്ന് കടയിലൊക്കെ പോയായിരുന്നു. അത് കഴിഞ്ഞ് പുട്ടും കടല ഉണ്ടാക്കി, കടല കഴിച്ചു. ഇന്നും മഴയൊന്നുമില്ല കേട്ടോ. അത് കാരണം നല്ല സുഖമാണ്. TV ഒക്കെ കണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറേ നേരമായാലും നമ്മളിങ്ങനെ ഇരിക്കുക കിടക്കുക. അത് കാരണം എന്താണെന്നറിയില്ല, കൈയൊക്കെ ഇങ്ങനെ തരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അമ്മ സമ്മതിക്കില്ല ഗൈസ്, അതാണ് പ്രശ്നം. നമ്മളെന്ത് ചെയ്യട്ടെ ചോദിച്ചാൽ തിളച്ച് സമ്മതിക്കുന്നില്ല. നമ്മനെ കാണാണ്ട് നമുക്ക് പണിയെടുക്കാനേ നടക്കുമല്ലോ. ഞാൻ പറഞ്ഞു തിളച്ചോട് വീട്ടിലിരിക്കണ്ട, വല്ല ജോലിക്ക് പൊക്കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു തിളച്ച് ഈ മടി ഇപ്പൊ ജോലിക്ക് പോകാനായിട്ട്. എനിക്ക് അറിയാലോ, എനിക്ക് വിശർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അത് കാരണം ഞാൻ എന്താ ചെയ്യും, തിളച്ചിട്ട് ജോലിക്ക് പോയിട്ടായിട്ടിരിക്കുകയാണ്. മക്കള് ബേബി പിന്നെ ശുന്തിരി ആയതുകൊണ്ട് കുഴപ്പമില്ല. മക്കള് ബേബി എന്റെ മക്കളെ ആൾക്ക് പിന്നെ കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കളിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉള്ള കാരണം മൈക്കിൾ ബേബിക്ക് എന്താണ് കുറച്ചൊക്കെ വർത്താനൊക്കെ പറയും. ആൾ കുറെ കാര്യങ്ങളൊക്കെ ആളുടെ സ്വന്തമായിട്ട് ചെയ്യും. മൈക്കിൾ ബേബി ശുന്തിരി കുത്തിയായതുകൊണ്ടേ എന്നൊക്കെ ആ സാധനങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തില് കുറെ സാധനങ്ങൾ ഇവിടെ നാശനഷ്ടങ്ങൾ ഇവിടെ വരുത്തി വെച്ചിട്ടുണ്ട് പുള്ളിട്ടാ. മക്കളെ ഫോണിൽ മാത്രമാണ് പുള്ളിക്ക് ഇഷ്ടമല്ല. ഫോണിൽ നോക്കി സംസാരിക്കാനും അതിപ്പോൾ വീഡിയോ കോൾ ആയാലും ശരി എന്തായാലും ശരി പുള്ളിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല. അല്ലാത്തപ്പോൾ പുള്ളി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനെ നടന്നോളും. ഫോണിൽ നോക്കി സംസാരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. യെസ് മാമി, ആനയാണോ എൻ്റെ മുണ്ട്? ആനയാ? ആ മൈക്കിൾ ബേബിക്ക് ഏറ്റവും ഇഷ്ടം ആനേനെയാണ്. ആനക്കുട്ടിയാണോ? മുത്തു സുറുകാർക്ക് ആനയാണ് ഭയങ്കര ഇഷ്ടം അല്ലേ ബേബി? ഇൻട്രസ്റ്റ് ബേബി ആനേനെ നോക്കിയിരിക്കുന്നു. ഞാനിവിടെ നാനി സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ എന്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാ ചേച്ച പാപ്പം മേടിച്ചോണ്ടാ നിക്കണ്. ബിസ്ക്കറ്റ് പാപ്പം വേണ്ട, ഇപ്പൊ മുട്ടായി കൊടുക്കണ്ട. ഒരു അച്ചാച്ചൻ മേടിച്ചു നോക്കണേ. മിഠായി അച്ചാച്ചൻ നമ്മൾ തിന്നതല്ലേ ഇന്ന് മിഠായി. ഇനി മിഠായി വേണ്ട, ബിസ്ക്കറ്റ് പാപ്പം മേടിച്ചിട്ടുണ്ട് അച്ചാച്ചൻ. ആ
എന്തോ ഗുഡ് ഡേ ആണോ? ആ അമ്മ വെച്ചുതരാം. മൈക്കിൾ ബേബിക്ക് ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ നമ്മളൊരു ഗുഡ് ഡേ മേടിച്ചു അല്ലേ ബേബി? ഗുഡ് ഡേ മൈക്കിൾ ബേബിക്ക്. ഇതെന്തിട്ട് എഴുതിയിരിക്കുന്നവര്? ജോയിൻ ടൈം ഹാപ്പിനെസ് പ്രൊജക്റ്റോ. നമുക്കിപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഒന്ന് പൊട്ടിക്കണം, പക്ഷെ ഇപ്പം ഫുഡ് കഴിച്ചിരിക്കുക. അത് കാരണം ഇപ്പം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം വേസ്റ്റ് ചെയ്ത് കളയോ എന്നുള്ളൊരു പേടി ഇരിക്കുന്നുണ്ട്. എന്തോ ഏതാ? തരാം തരാം താ താ തരാം, അമ്മ തരാം. നമ്മി നമ്മിയാണോ അത്? നം ആ ബിസ്ക്കറ്റ് പാപ്പ നല്ല ബിസ്ക്കറ്റ് പാപ്പാണോ അവനെ? ആ ബിസ്ക്കറ്റാണോ അത്? പൊത്തിച്ച് കളയല്ലേ? നോനോ ടാറ്റ പോകുന്നില്ല, അമ്മ ഇതാക്കി തരാം. ഇത്രയും പുള്ളി പറയരുത്, ഫോണല്ലാത്തോണ്ടാട്ടോ. ഞാൻ നാളെ മൈക്കിൾ ബേബി ഇതിൽ പറയുന്നത് നമുക്ക് വീഡിയോ എടുക്കണേ. മൈക്കിൾ ബേബിനെ കാണാണ്ട് നമ്മൾ വീഡിയോ എടുക്കണം. ഫോണിൽ നോക്കിയിരുന്ന് വീഡിയോ എടുക്കലൊന്നും മൈക്കിൾ ബേബിയുടെ കാര്യത്തിൽ നടക്കില്ല. ആൾക്ക് ഇഷ്ടമല്ല ഫോൺ നോക്കി വർത്താനം പറയുന്നത്. മമ്മം മമ്മം ബേബി മമ്മി അത് പൊത്തിച്ചില്ല. മമ്മിയുടെ മോന് വേണോ? ആ വേണം. സുന്ദരിയാണത്, നമ്മുടെ ബൂട്ടി പൊട്ടാണത്. ഗുഡ് ബോയ്. ബേബിക്ക് അറിയണ്ടാ? മമ്മി പോയി എടുക്കാം. മമ്മി ബേബിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ബേബിക്ക് അറിയുമ്പോഴേക്കും ചേട്ടന് വേഗം പോയി എടുക്കണം, അല്ലെ ബേബിക്ക് ഭയങ്കര പ്രശ്നമാണ് അല്ലേ? പിന്നെ ചേട്ടന് വേഗം പോയി എടുക്കണം എല്ലാവരും. നമ്മൾ ഉറങ്ങാൻ കിടന്നു. കുഞ്ഞിപ്പിള്ള ഉറങ്ങി. മൈക്കിൾ ബേബി അമ്മയുടെ അടുത്താട്ടോ. മൈക്കിൾ ബേബി അവിടെ ഉറങ്ങാൻ കിടക്കണം. ഫ്ലാഷിൻ്റെ ലൈറ്റ് അടിച്ചപ്പോൾ കുഞ്ഞിപ്പിള്ള എഴുന്നേക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ന് പറ്റുന്നിടത്തോളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ രാവിലെ ഒരു സിറ്റിസൺ കഴിച്ചാൽ അതിൻ്റെ വൈകത്തിൽ ഉച്ചയ്ക്ക് ഫുള്ള് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ സന്ധ്യ 7 മണിക്ക് എഴുന്നേന്നുണ്ട്. അങ്ങനെ എനിവേ ഗുഡ് നൈറ്റ്. വെറുതെ പുറത്താണ് പുള്ളിക്കാരി ഉറങ്ങിയത്. പുള്ളിക്കാരി ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഞാൻ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ അപ്പയ്ക്ക് എഴുന്നേറ്റു. നമ്മളൊന്ന് ഉറങ്ങണമെങ്കിൽ 3 വർഷം കഴിയണം. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്കൊന്ന് ഉറങ്ങി തുടങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് തന്നെ ഉറങ്ങി തുടങ്ങിയതായിരുന്നു മൈക്കിളിന് 3 വയസ്സായപ്പോൾ. വീണ്ടും മെഗെയിൻ ദിസ്. ഇനി നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാം. അതുവരെ നമുക്ക് ഇത് തന്നെയായിരിക്കും നമ്മുടെ നൈറ്റിത്തെ പരിപാടി. ശുണ്ടിരി പിന്നെ ഉറങ്ങിയില്ലായിരുന്നോ? അവിടെ ശുണ്ടിരി കുത്തിയല്ലേ? ഒങ്ങനില്ലേ? നമുക്ക് ഉറങ്ങാം. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഇങ്ങനെ നമുക്ക് ഉറക്കാം ഗൈസ്. ഏകദേശം 12 മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉറങ്ങാൻ കിടന്നതാണ്. അപ്പോഴാണ് കുഞ്ഞൂസ് ഏറ്റത്. എന്താ കുഞ്ഞു പറഞ്ഞ?